അപ്പോൾ അദ്ദേഹത്തെ ഈ വർഷം PT പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നതും കൃഷിമാഷാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ രക്ഷിതാക്കൾ. നമ്മുടെ വികസന സമിതി അംഗമാണ്. നമുക്കറിയാം, ഒരു റോഡ് ഏതൊരു വീടിൻ്റെ ആയാലും ഒരു വിദ്യാലയത്തിൻ്റെ ആയാലും ഒരു ഭൗതിക സാഹചര്യത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. അപ്പം രക്ഷിതാക്കളുടെ കുടുംബവും കുട്ടിമാനൊക്കെയും അതുപോലെ സ്വഭാവമൊക്കെ ഉൾപ്പെടെയുള്ള കുടുംബമാണ് നമുക്ക് ആ റോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ആശംസകൾ സംസാരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കയാണ്. രക്ഷിതാക്കിയെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഗാന്ധി അവരുടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഞാൻ കണ്ടപ്പോൾ എത്തിച്ചേരാൻ വൈകിട്ട് എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മുടെ വികസന സമിതി ചെയർമാനാണ് ഇങ്ങാക്ക. അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കേരളത്തിൽ തന്നെ ഒരു കവിയും സാഹിത്യകാരനാണ് പ്രദീപ് ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. അന്ന് ഞങ്ങൾ പഠനകാലത്ത് ഞങ്ങൾ ഇരുന്ന് പഠിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് പഠിച്ചാണ് കേട്ടോ. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് പ്രദീപ് ഇങ്ങനെ എന്തൊക്കെയോ എഴുതി കുറിക്കാറുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ശല്യമായതുകൊണ്ട് ഞാനും തൊട്ടപ്പുറത്തിരിക്കുന്ന മുജീബും ഈ കടലാസ് പിടിച്ച് വാങ്ങി എറിയാറുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന്. ഇവനെ എഴുതി കൂട്ടുന്നത് പിന്നീടാണ് അറിഞ്ഞത് ഇവനെ എഴുതി കൂട്ടുന്നത് കവിതകളായിരുന്നു എന്നത്. അത് അറിഞ്ഞപ്പോൾ നല്ല കൈ കൊടുക്കട്ടോ പ്രദീപിന്. കാരണം എന്താ വെച്ചാൽ കവിതകൾ അന്ന് 7ാം ക്ലാസ് മുതൽ കവിതകൾ എഴുതി തുടങ്ങുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അത് ഞങ്ങൾ തീരെ വലിച്ചു തരുമ്പോൾ ഇപ്പോൾ സങ്കടം വരുന്നുണ്ട്. അവൻ്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് അവൻ എഴുതി ചേർത്തിട്ട് ഒരു കവിതാ സമാഹാരങ്ങൾ ഒട്ടനവധിയില്ല. അതിൻ്റെ രാമായണത്തെ നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങളാണ്. ഞങ്ങളവന് കൊടുക്കുന്ന ഒരു ഉപകാരത്തിന് പുറത്ത് എഴുതിയ തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിലെ അപജയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന, അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ തൻ്റെ തൂലിക ചലിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രദീപ്. അവന് സ്നേഹമുണ്ട്. അവനെയെന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം താഴ്ന്നു പോകും. പ്രദീപിൻ്റെ സ്നേഹവും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പിന്നെ മറ്റാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കുപരിയായിട്ട് ഈ പരിപാടി വീക്ഷിക്കാനും കൊച്ചു കുരുന്നുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായം നൽകാനും ഞങ്ങൾ എന്ത് പ്രവർത്തനം പറഞ്ഞാലും വിദ്യാലയത്തിൽ എന്ത് കാര്യം പറഞ്ഞാലും അത് അതേപോലെ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവരെയും ക്ലബ് അംഗങ്ങളെയും ഒക്കെ തന്നെ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ആരെങ്കിലും വിട്ടുപോയിട്ടുള്ള പ്രയാസമുണ്ട് ആരും വിചാരിക്കരുത്. വേദിയിൽ ഇടയ്ക്ക് കയറുന്നത് ഷാബീൻ ഔഷാദ്, അതുപോലെ സജനീകരണം, ഇവരൊക്കെ നമ്മുടെ പ്രദേശത്തിൻ്റെ ഞാനിപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടെ. അവിടുത്തെ കവയത്രിമാരും സാഹിത്യകാരികമാരുണ്ട്. അപ്പോൾ ഷാബീൻ ഔഷാദാണ് നമ്മൾ ബിന്ദു ടീച്ചറുടെ പുസ്തകം ഏറ്റുവാങ്ങിയിട്ട് പ്രകാശനം ചെയ്യുന്നത്. അതിനുവേണ്ടി കുട്ടിയാണ് ഷാബീൻ ഔഷാദിനെ ക്ഷണിച്ചത്.